ഇപ്പോൾ നമ്മൾ കുർബാനയെക്കുറിച്ചാണ്, പ്രത്യേകിച്ച് സീറോ മലബാർ കുർബാനയുടെ അതിൻ്റെ ഘടന, അർത്ഥം എന്നിവയൊക്കെയാണ് പ്രധാന, ദൈവശാസ്ത്രം ഇവയൊക്കെയാണ് കൂടുതലായിട്ട് നമ്മൾ ഇന്ന് മനസ്സിലാക്കുവാനായിട്ട് പോകുന്നത്. വാസ്തവത്തിൽ ഇതൊരു ദിവ്യകാരുണ്യ ധ്യാനം പോലെയാണ് ഇതെല്ലാം മനസ്സിലാക്കുന്നതേ. അപ്പം അതുകൊണ്ട് കുർബാനയുടെ ഘടനയെക്കുറിച്ച് പറയുമ്പോൾ പൊതുവെ 7 ഘടകങ്ങളാണ് സീറോ മലബാർ കുർബാനയിൽ നമുക്ക് കാണാനായിട്ട് കഴിയുക. 7 ഘടകങ്ങൾ. ഒന്നാമത്തതാണ് ആമുഖ ശുശ്രൂഷ, രണ്ടാമത്തത് വചന ശുശ്രൂഷ, മൂന്നാമത്തത് ഒരുക്ക ശുശ്രൂഷ, നാലാമത്തത് അനാഫറ അഥവാ കൂദാശ ഭാഗം, അഞ്ചാമത്തത് അനുരഞ്ജന ശുശ്രൂഷ, ആറാമത്തത് ദിവ്യകാരുണ്യ ശുശ്രൂഷ, ഏഴാമത്തത് സമാപന ശുശ്രൂഷ. ഇങ്ങനെ 7 ഘടകങ്ങളാണ് സീറോ മലബാർ സഭയുടെ കുർബാനയിൽ ഉള്ളത്. പറയാം. ഒന്നാമത്തെ ഏതാണ്? ആമുഖ ശുശ്രൂഷ. രണ്ടാമത്തതോ വചന ശുശ്രൂഷ. മൂന്നാമത്തതോ ഒരുക്ക ശുശ്രൂഷ. നാലാമത്തതോ അനാഫറ അഥവാ കൂദാശ ഭാഗം എന്ന് പറയുന്നത്. അഞ്ചാമത്തതോ അനുരഞ്ജന ശുശ്രൂഷ. ആറാമത്തതാണ് ദിവ്യകാരുണ്യ ശുശ്രൂഷ. ഏഴാമത്തതാണ് സമാപന ശുശ്രൂഷ. മനസ്സിലായല്ലോ? അങ്ങനെ ഈ 7 കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ വിശദമായിട്ട് പഠിക്കുവാനായിട്ട് പോകുന്നത്. ഇപ്പോൾ ഒന്നാമത്തതാണ് ആമുഖ ശുശ്രൂഷ. ആമുഖ ശുശ്രൂഷ എന്ന് പറയുന്നത്, ആമുഖം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കുർബാനയ്ക്ക് മൊത്തം ഒരു കുർബാനയിലേക്ക് പ്രവേശിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് ആമുഖ ശുശ്രൂഷ എന്ന് പറയുന്നത്. കുർബാന പുസ്തകമുള്ളവരെ എടുക്കുവാൻ എളുപ്പമുണ്ട് ഉണ്ടെങ്കിൽ. അപ്പോൾ ഒന്നാമത്താണ് ആമുഖ ശുശ്രൂഷ. അതിൽ പ്രധാനമായിട്ട് എന്തൊക്കെയാണുള്ളതെന്നാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. നമുക്കറിയാം ആമുഖ ശുശ്രൂഷ അതിൽ ആഘോഷമായ കുർബാനയാണെങ്കിൽ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ പ്രദക്ഷിണം ആഘോഷമായ പ്രദക്ഷിണത്തോടു കൂടിയാണ് ബേമയിലേക്ക് കാർമ്മികനും ശുശ്രൂഷികളുമെല്ലാം വരുന്നത്. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു എന്നുള്ളത് സൂചിപ്പിക്കുന്നതാണത്. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു എന്നതുപോലെ സ്വർഗത്തിൽ നിന്നും ഈശോ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നതാണ് ഈ ആദ്യത്തെ പ്രദക്ഷിണം. പറയാം കാർമ്മികൻ. പിന്നെ എന്താണ് പ്രദക്ഷിണത്തിന് സ്ലീവായുണ്ട്. പിന്നെ എന്താണ് പ്രദക്ഷിണം വരുമ്പോൾ അത് അവസാനം. ആദ്യം ധൂപം അല്ലേ? ധൂപം, സ്ലീവ, ഇരുവശങ്ങളിലും തിരികൾ. പിന്നെ എന്താണ് ശുശ്രൂഷികൾ, പിന്നെ പിന്നെ ആർച്ചഡീക്കൻ, അങ്ങനെ സഹകാർമ്മികരുണ്ടെങ്കിൽ അവർ, അതിനുശേഷം കാർമ്മികൻ എന്നുള്ള രീതിയിലാണ് പ്രദക്ഷിണം വരുന്നത്. അങ്ങനെ ബേമയിൽ ആണ് വചന ശുശ്രൂഷ, ഒരുക്ക ശുശ്രൂഷ എന്നിവ നടക്കുന്നത്. അപ്പോൾ ഒരുക്ക ശുശ്രൂഷ ബേമയിലാണ് തുടങ്ങുന്നത്. ബേമയിൽ വെച്ച് കുർബാന ആരംഭിക്കുന്നത് എങ്ങനെയാണ്? അന്നാ പെസഹ തിരുനാളിൽ അല്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ചില രൂപതയിൽ തുടങ്ങുന്നത് എങ്ങനെയാണ്? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും
ഇപ്പോഴോ മാറി. ചില ഇടവകളിൽ മാറിയിട്ടുണ്ട് അല്ലേ, എല്ലാ ഇടവകളിലും മാറിയിട്ടില്ല. ഏതാ മാറേണ്ടതാണ്. കാരണം അതായത് നമ്മുടെ കുർബാന പുസ്തകം എടുത്ത് നോക്കുകയാണെങ്കിൽ പിന്നെ അതൊരു ഒഴിവായിട്ട് കൊടുത്തിട്ടുണ്ട്. കുറേ നാളത്തേക്ക് അങ്ങനെ തുടരാം. ഇങ്ങനെ തുടർന്ന് വന്നിരുന്ന രൂപതകളിലും സ്ഥലങ്ങളിലും അങ്ങനെ തുടരാം. പക്ഷേ നമ്മുടെ രീതി അനുസരിച്ച് നേരെ അന്നാ പെസഹ തിരുനാളിൽ എന്നുള്ള രീതിയിലാണ് കുർബാനയുടെ ആരംഭം. അപ്പോൾ അന്നാ പെസഹ തിരുനാൾ അതിൻ്റെ അർത്ഥത്തെക്കുറിച്ച് നമുക്ക് കാണാം. അത് സുറിയാനിയിലാണെങ്കിൽ വളരെ ലളിതമായിട്ടുള്ള ഒരു അഭിസംബോധനയാണത്. ഈ സുറിയാനി ഭാഷയിലാണെങ്കിൽ പുക്താന ഖോൻ എന്നുള്ളൂ. എങ്ങനെയാ? പുക്താന ഖോൻ സുറിയാനി ഭാഷയിലാണ്. അതിൻ്റെ അർത്ഥം നിങ്ങളുടെ കൽപ്പന എന്നാണ്. അതിൻ്റെ മറുപടി പുക്താനേത് മിശിഹായുടെ കൽപ്പന. അപ്പോൾ നിങ്ങളുടെ കൽപ്പന എന്നും പറഞ്ഞ് കാർമ്മികം തുടങ്ങുന്നു. അന്നേരം പറയും നമ്മൾ മിശിഹായുടെ കൽപ്പന. അതാണ് നമ്മൾ ഗാനരൂപത്തിൽ മാറ്റിയേക്കുന്നത്. എങ്ങനെയാണ്? അന്നാ പെസഹ തിരുനാളിൽ അപ്പം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന കൽപ്പന ഏതായിരിക്കാം? അന്നാ പെസഹ തിരുനാളിൽ നൽകിയിരിക്കുന്ന കൽപ്പനയാണെന്നുള്ള സൂചനയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അന്നാ പെസഹ തിരുനാളിൽ കർത്താവ് അരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോട് ഈ ബലി അർപ്പിക്കാം. അപ്പോൾ ഒന്നാമതായിട്ട് അപ്പം നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന കൽപ്പന എന്തായിരിക്കും? എന്താണ് കർത്താവ് നൽകിയ കൽപ്പന? അന്നാ പെസഹ തിരുനാളിൽ കർത്താവ് നൽകിയ കൽപ്പന എന്താണ്? ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ അല്ലേ? അപ്പോൾ അന്ത്യത്താഴവേളയിൽ ഈശോ നൽകിയ കൽപ്പന അനുസ്മരിച്ചുകൊണ്ടാണ് നമ്മൾ വിശുദ്ധ കുർബാന ആരംഭിക്കുന്നതെന്ന് ചുരുക്കം. ആദ്യത്തെ ഭാഗം കേൾക്കുമ്പോൾ അങ്ങനെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അന്നാ പെസഹ തിരുനാളിൽ കർത്താവ് അരുളിയ കൽപ്പന, അത് തിരുനാമത്തിൽ ചേർന്നിടാം. കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ, എൻ്റെ നാമത്തിൽ 1-2 പേർ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ മധ്യം ഉണ്ടായിരിക്കും. അപ്പോൾ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടെ ഈ ബലി അർപ്പിക്കാം. മത്തായിയുടെ സുവിശേഷം നമ്മൾ കാണും, നിങ്ങൾ ബലി അർപ്പിക്കാൻ പോകുമ്പോൾ ആരോടെങ്കിലും വൈരാഗ്യമോ വെറുപ്പോ ഉണ്ടെങ്കിൽ ഇന്നലെ ചോദിച്ചതുപോലെ എന്ത് ചെയ്യണം? അവിടെ വെച്ച് സഹോദരരോട് രമ്യതപ്പെട്ട് വരണം. അതെ. അപ്പോൾ ഏതാണ് അതിൻ്റെ നമ്മൾ പറഞ്ഞതിൻ്റെ? ഇപ്പോൾ ഈ 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഉള്ളത്. ഒന്ന് മിശിഹായുടെ കൽപ്പന, ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. രണ്ടാമതായിട്ട് ഈ ഏതാണ്? പരസ്പരം അനുരഞ്ജനത്തോടുകൂടി ബലി അർപ്പിക്കണം. മത്തായി 5:23-24 അനുരഞ്ജിതമായ ഹൃദയത്തോടെ പരസ്പര സ്നേഹത്തോടെ ബലി അർപ്പിക്കണം എന്നുള്ളതാണ് അതിൻ്റെ സൂചനയായിട്ട് നിലകൊള്ളുക. ഇപ്പോൾ ലൂക്കായുടെ സുവിശേഷം 22:19 പറയുന്നത് ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ഇതെൻ്റെ ലൂക്ക 22:19. അതുപോലെ 1 കൊറിന്ത്യർ 11:24. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് എന്താണ്? ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്നുള്ള സൂചനയാണ്. അതുപോലെ തന്നെ പറയുകയാണ് മറ്റൊന്നുള്ളതാണ് മത്തായി 5:23 പരസ്പരം ക്ഷമിക്കണം എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. പിന്നെ 2-3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ മധ്യ, അതെത്രയാണ്? മത്തായി 18:20. മത്തായി 18:20. അപ്പോൾ ഇതതിൻ്റെ അർത്ഥം മനസ്സിലായില്ലേ? പിന്നെ വേറൊരു അർത്ഥം കൂടെ അതിന് കൽപ്പിക്കാറുണ്ട്. അതായത് ഈ അനുവാദം ചോദിക്കൽ മിശിഹായുടെ ഏതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന കൽപ്പന അനുസരിച്ച് കുർബാന ആരംഭിക്കാം. പ്രകാരമുള്ള അനുവാദം ചോദിക്കൽ നമ്മുടെ ഇടയിൽ മാത്രമേ ഉള്ളൂ. സീറോ മലബാർ
സഭയിൽ മാത്രമുള്ള ഒരു ഘടകമാണ്. ഇപ്പോൾ ലത്തീൻ കുർബാനയിലോ മലങ്കര കുർബാനയിലോ ഒന്നും അങ്ങനെയുള്ള ഒരു അനുവാദം ചോദിക്കലില്ല. അപ്പോൾ ഇത് ചില വ്യാഖ്യാതാക്കൾ, കുർബാന വ്യാഖ്യാതാക്കൾ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഈ സുറിയാനി ക്രൈസ്തവരുടെ പണ്ടൊരു അനുവാദം ചോദിക്കുന്ന രീതി ഉണ്ടായിരുന്നു. അതിൽ നിന്നും വന്നതാകാം. നമുക്ക് പണ്ടത്തെ കാലത്തെ കുർബാന ആരംഭിച്ചാലോ എന്നുള്ള രീതിയിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള കൽപ്പന കുർബാന ആരംഭിക്കട്ടെ. അപ്പോൾ അതിന് ഈ കോട്ടയംകാർ, ജ്ഞാനായക്കാരൊക്കെ പറയും, അവരുടെ ഒരു രീതിയുണ്ടല്ലോ, എന്താണ്, അന്തം ചാർത്തട്ടെ, അല്ലെങ്കിൽ ഒരു അനുവാദം ചോദിക്കില്ലേ, ഒരു വിവാഹകർമ്മത്തിലൊക്കെ ഒരു അനുവാദം ചോദിക്കും. അത് അങ്ങനെയും വന്നതാകാം എന്നുള്ള ഒരു പാരമ്പര്യവും അതിനകത്ത് ഉണ്ട്. അപ്പോൾ ഈ അന്നാ പെസഹ തിരുനാളിൽ കർത്താവ് അരുളിയ കൽപ്പന പോൽ പുക്താനക്കോൻ എന്നാണ് സുറിയാനിയിൽ പറയുന്നത്. പുക്താന എന്ന് പറഞ്ഞാൽ കൽപ്പന എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതിൽ നിന്നും വന്നതാകാം. എന്താണെങ്കിലും മിശിഹായുടെ കൽപ്പന അനുസരിച്ച് കുർബാന ആരംഭിക്കുന്നു. ഈ അതിൻ്റെ പ്രധാനമായിട്ടും മിശിഹ ഇതിൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്നുള്ള കൽപ്പനയുടെ പശ്ചാത്തലത്തിലും പരസ്പരം അനുരഞ്ജനപ്പെട്ടും ബലിയർപ്പിക്കണമെന്നുള്ളൊരു ആഹ്വാനമാണ് ആദ്യമേ തന്നെ നൽകുന്നത്. അതേസമയം മറ്റ് ലത്തീൻ റീത്തിലൊക്കെ ആണെങ്കിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിന്നും പറഞ്ഞല്ലേ. നമുക്ക് അങ്ങനെയൊരു അഭിസംബോധനയോട് കൂടിയല്ല, ഇങ്ങനെ അന്നാ പെസഹ തിരുനാളിൽ എന്നുള്ള ഒരു ഒരു അഭിധാനത്തോടു കൂടിയാണ് നമ്മുടെ കുർബാന ആരംഭിക്കുന്നത്. പിന്നെ അടുത്തത് എന്താണ്? അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. അത് എത്ര പ്രാവശ്യം ചെല്ലണമെന്നാണ് പറഞ്ഞേക്കണേ? 3 പ്രാവശ്യം. അതെന്താ സൂചിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോൾ അതായത് ലത്തീൻ കുർബാനയിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്ത്രീത്വത്തെ സ്തുതിച്ചുകൊണ്ടാണല്ലോ ആരംഭിക്കുന്നത്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മ എന്ന് പറഞ്ഞതുപോലെ അതിന് തത്തുല്യമായിട്ടാണ് നമ്മുടെ സഭയിൽ അത്യുന്നതങ്ങൾ ദൈവത്തിന് സ്തുതി എന്ന് 3 പ്രാവശ്യം ആലപിക്കുകയോ ചൊല്ലുകയോ ചെയ്യുന്നത്. അത്യുന്നതങ്ങൾ ദൈവത്തിന് സ്തുതി. അത് ഈശോയുടെ ജനനത്തിലേക്കാണ് നമ്മുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത്. അതായത് നമ്മുടെ ലൂക്ക 2:14 ഈശോയുടെ ജനന വേളയിൽ മാലാഹമാർ ആലപിച്ച ഗീതമാണ്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്നുള്ളത്. അപ്പോൾ അതാണ് അതിൻ്റെ സൂചനയായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. ഉണ്ട്. അത് പക്ഷേ എല്ലാ ദിവസവും അവർ പാടുന്നില്ല. ഞായറാഴ്ചകളിലും തിരുനാളുകളിലുമാണ് ഗ്ലോറിയ ആലപിക്കുന്നത്. നമ്മുടെ എല്ലാ ദിവസവും അത് ആലപിക്കുന്നു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി എന്നുള്ളത്. നിങ്ങൾ ഓരോ സംശയങ്ങൾ ഇതുപോലെ ചോദിക്കുമ്പോഴാണ് എനിക്ക് കൂടുതൽ സന്തോഷമാകുന്നത് കേട്ടോ. അതുകൊണ്ട് എപ്പോഴും സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. അപ്പോൾ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, അത് 3 പ്രാവശ്യം ആലപിക്കുന്നു. അത് ഏതാണ്? പരിസ്ത്രീത്വത്തിനുള്ള ഒരു സ്തുതിപ്പും കൂടിയായിട്ടാണ് അത് നിലകൊള്ളുന്നത്. അത് 3 പ്രാവശ്യം ആലപിക്കുന്നത് നമ്മുടെ കുർബാന പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. ഏതാ? 3 പ്രാവശ്യം വേണം. അത് 3 പ്രാവശ്യം വേണം. ഇവിടെ നമ്മുടെ കുർബാന പുസ്തകത്തിൽ എങ്ങനെയാണ് കൊടുത്തേക്കണേ? സമയം അതൊക്കെ ഒരു ഏതാ ഇല്ല, വയ്ക്കരുതെന്നാണ് പൊതുവെ. അത് ഒഴിവ് കൊടുത്തേക്കണെയാണ്. ഇനി അങ്ങനെ പാരമ്പര്യമുള്ളിടത്ത് തുടരാം. നമ്മുടെ ഇതിനകത്തുണ്ട്. ഉണ്ടോ?
ഏതാ? പക്ഷെ അന്നേരം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് അത് മെത്രാന് ഒഴിവ് കൊടുക്കാവുന്ന ഒരു കാര്യമായിട്ട് ഈ കുർബാന പുസ്തകത്തിലുള്ള ഒരു കാര്യമാണ്. പിതാവിനും പുത്രനും എന്നുള്ളതേ. അങ്ങനെയാണത് വന്നത്. ഇപ്പം തുടരുന്നിടത്ത് നമുക്കൊന്നും പറയാനില്ല. പക്ഷെ അതിൻ്റെ ഒരു ചൈതന്യമനുസരിച്ച്, അതിൻ്റെ ഒരു ഇതനുസരിച്ച് അതില്ലാത്തതാണ് അതിൻ്റെ മൂലഘടനയിൽ നിന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ചൊല്ലുന്നതിൽ കുഴപ്പം എന്നാലും ആരാധനക്രമ നിയമങ്ങളെല്ലാം അതാണ് അതിൻ്റെ. ഇത് ലത്തീൻ സ്വാധീനത്തിൽ നിന്നും വന്നതാണത്. ലത്തീൻകാർ കുർബാന എപ്പോഴും, നമ്മളും അത് കഴിഞ്ഞ് ഈ 68 കുർബാനയൊക്കെ നമ്മുടെ കുർബാനയുടെ പരിഷ്കരണ സമയത്ത് അത് പിതാവിനും പുത്രനും ഉണ്ടായിരുന്നു നമ്മുടെ കുർബാനയിൽ. അപ്പോൾ ഒരു കുറേ നാളുകൾ നമ്മളത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാ എന്ന രീതിയിൽ ചൊല്ലി വന്നു. അതിൻ്റെ തുടർച്ചയായിട്ട്. അതേസമയം പിന്നെ 86 തക്സയിൽ വന്നപ്പോൾ അതില്ല. അങ്ങനെ തക്സയുടെ ഓരോ രൂപീകരണ കാലഘട്ടത്തിൽ ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്നു, പിന്നീട് ഇല്ലാതെ വന്നു. അങ്ങനെ അത് പക്ഷേ അതിൻ്റെ ഒറിജിനൽ ഘടന നോക്കുമ്പോൾ ഇതില്ല. അത്രയാണ് അതിനകത്തുള്ളത്. അതെ, പരിശുദ്ധ ത്രിത്വത്തിനുള്ള ഒരു സ്തുതിപ്പും കൂടിയായിട്ടാണ് അത്യുന്നതങ്ങൾ ദൈവത്തിന് സ്തുതി, അത്യുന്നതങ്ങൾ ദൈവത്തിന് സ്തുതി, അത്യുന്നതങ്ങൾ ദൈവത്തിന് സ്തുതി എന്നുള്ളത് നിലകൊള്ളുന്നത്. ഇതെവിടെയാ ബഹളം? അവിടെ നിന്നുള്ള ഓക്കെ. അത് ഇവിടുത്തെ ബഹളമാണ്. ഈ മൈക്കോൺ അതിൻ്റെ ഇത് വരുന്ന അല്ലേ? ശരിയാ. ഓക്കെ. അപ്പോൾ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും. അതിപ്പോൾ നമ്മൾ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി അത് പ്രാർത്ഥനയായിട്ട് ചെല്ലുമ്പോൾ അത് ആമേൻ നിലയിലുന്നതാണ്. അതേസമയം ഗാനമായിട്ട് ചെല്ലുമ്പോൾ കിടക്കുന്നത് ഭൂമിയിൽ, അത് ജനങ്ങൾ പാടുന്നതായിട്ടാണ്. അത് കാർമികൻ്റെ പ്രാർത്ഥനയാണ് വാസ്തവത്തിൽ. ഭൂമിയിലെന്നും പിന്നെ ആമേൻ. ആമേൻ എന്ന് പറഞ്ഞ അർത്ഥം അപ്രകാരം തന്നെ ആയിരിക്കട്ടെ, നമ്മുടെ ഒരു സമ്മതം എന്നുള്ള രീതിയിലാണ് ആമേൻ എന്നുള്ളത് നിലകൊള്ളുന്നത്. ആമീൻ. അത് ഇതെല്ലാം ഒരു ഭാഷയിൽ നിന്നും വരുന്നതാണല്ലോ. അതായത് ഇതെല്ലാം സെമിറ്റിക് ലാംഗ്വേജാണ്. സിറിയാനി, അറബി, ഹീബ്രു ഇതെല്ലാം ഒരേ ഭാഷകൾ തന്നെയാണ്. ഒത്തിരി സാമ്യമുള്ള വാക്കുകൾ അറബിയിലും സുറിയാനിയിലും ഒക്കെ ഉണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ഏതാണ്, റഹ്മ എന്ന് പറഞ്ഞാൽ നമ്മുടെ സുറിയാനിയിലുള്ളതാണ്. അത് തന്നെയാണ് അവർ ഉപയോഗിക്കുന്നുണ്ട്. റഹ്മാൻ എന്ന് പറഞ്ഞാൽ കാരുണ്യവാൻ എന്നർത്ഥം. നമ്മളിപ്പം മാരൻ എസ്രാഹം അലയും, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. അങ്ങനെ ധാരാളം വാക്കുകളുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ആലാഹ എന്നുള്ള അവർ അറബിയിലേക്ക് അത് അള്ളാന്നാക്കി മാറ്റിയേക്കുന്നു. മിക്കായേൽ എന്ന് പറഞ്ഞ അർത്ഥം ദൈവം എന്നാണ്. ലമശബക്താനി, എൻ്റെ ദൈവമേ എന്തുകൊണ്ട്. മിഖായേൽ, ഗബ്രിയേൽ, റെപ്പായേൽ എല്ലാം അർത്ഥം ദൈവം എന്നാണ് അർത്ഥം. നഥാനിയേൽ, അതെ, അങ്ങനെയല്ല.
അത് തന്നെ. ഗബ്രിയേൽ എന്നുള്ള വാക്ക് വരുന്നത് ഗബ്ബാറ എന്നുള്ളൊരു വാക്കിൽ നിന്ന്, ആസുറിയാനി വാക്കിൽ നിന്നാണ് വരുന്നത്. ഗബ്ബാറ എന്ന് പറഞ്ഞ അർത്ഥം ഓൾ മൈറ്റി, ശക്തൻ എന്നാണ് അർത്ഥം. അപ്പം അപ്പം ഗോഡ് ഈസ് മൈറ്റി എന്നാണ് ഗബ്രിയേൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. അങ്ങനെ ഓരോ അർത്ഥങ്ങളാണ് അതിനകത്ത് ഉള്ളത്. ഇനി അടുത്തത്, അപ്പോൾ ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും, അതും കാർമികൻ്റെ ഒരു സംബോധനയാണ്. ഈശോയുടെ മനുഷ്യാവതാരത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നതാണ്. മനുഷ്യാവതാരത്തിൻ്റെ ഫലമായി നൽകപ്പെടുന്ന ദൈവകൃപയിലേക്ക് വിശ്വാസികളുടെ ശ്രദ്ധ ക്ഷണിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ സൂചന. ഇപ്പോൾ ഭൂമിയിലെങ്ങും എന്നുള്ളത് നമ്മൾ ഭൂമിയിലെന്നും എന്നാക്കിയിരിക്കുന്നു. ഭൂമിയിലെന്നും പ്രത്യാശയും പ്രത്യാശ. ഭൂമിയിൽ എങ്ങും നടന്നു പഴയ കളി. അപ്പോൾ ഭൂമിയിലെങ്ങും. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി എന്നുള്ളതാണ്. പിന്നെയുള്ളത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ളതാണ് അടുത്ത. അറിയാം, മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിലാണ് നമ്മൾ ഈ ഏതാ 6-ാം അധ്യായത്തിൽ 5 മുതലുള്ള അതിന്, അതായത് മലയിലെ പ്രസംഗത്തിൽ ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയാണ് സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ളത്. 6:10 അല്ലേ? 6:5 അതെ, 5:13 മുതൽ കുർബാന പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ടല്ലോ. അത് തന്നെ 6-ാം അധ്യായം. മലയിലെ പ്രസംഗത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈശോയുടെ ശിഷ്യന്മാർ ചോദിക്കുന്നു, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് പറയുമ്പോഴാണ് ഈശോ ആ സുന്ദരമായിട്ടുള്ള പ്രാർത്ഥന പഠിപ്പിക്കുന്നത്. കണ്ടോ, മത്തായി 6:9 മുതൽ 15 വരെ ഉള്ളതിലാണ് പഠിപ്പിക്കുന്നത്. ഏറ്റവും സുവിശേഷത്തിൻ്റെ സാരസംഗ്രഹം എന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്. ഏറ്റവും സുന്ദരമായിട്ടുള്ള പ്രാർത്ഥനയാണത്, ശിഷ്യന്മാരെ പഠിപ്പിച്ച പ്രാർത്ഥന. അപ്പോൾ അത് നമ്മുടെ സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ളത് കുർബാനയിൽ നമ്മൾ എത്ര പ്രാവശ്യം ചെല്ലുന്നേ? നമ്മൾ 2 പ്രാവശ്യം ഇന്ന് ചെല്ലിയോളൂ. 3 പ്രാവശ്യം ചെല്ലണമെന്നാണ് പറഞ്ഞത്, പ്രത്യേകിച്ച് ഞായറാഴ്ചകളിലൊക്കെ. അവസാനമാണ് ചെല്ലുന്നത്, കമ്മ്യൂണിന് മുമ്പായിട്ട്. അതെ, അത് പൗരസ്ത്യ സുറിയാനി സഭകളിൽ ഈ അതുപോലെ തന്നെ പൗരസ്ത്യ ഓറിയൻ്റൽ ചർച്ചുകളിലെല്ലാം സ്വർഗസ്ഥനായ പിതാവ് ഉണ്ട്. അങ്ങനെയാണ് ഇത് വരാൻ കാരണം എന്നു ചോദിച്ചാൽ, നേരത്തെ ഇത് മാമോദീസയായിട്ട് ബന്ധിപ്പിച്ച് സ്വർഗസ്ഥനായ ചൊല്ലിയിരുന്നു. പിന്നീടാണ് കുർബാനയിലേക്ക്, ഓരോ കാലഘട്ടത്തിലാണ് കുർബാനയുടെ ഘടനയിലേക്ക് ഇത് വരുന്നത്. അതായത് ഇതിൻ്റെ പശ്ചാത്തലം തിമോത്തി 1 എന്ന് പറഞ്ഞൊരു പാത്രിയർക്കീസാണത് കുർബാനയിൽ ചേർത്തത്. തിമോത്തി 1. അതിൻ്റെ സാഹചര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു യാക്കോബായ സന്യാസി, മക്കാറിയൂസ് എന്ന് പറഞ്ഞൊരു യാക്കോബായ സന്യാസിയും തിമോത്തി 1 കൂടിയുള്ള ഒരു സംവാദത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ നമ്മുടെ കുർബാനയിൽ എന്താണ്, നമ്മുടെ കുർബാനയിൽ, നിങ്ങളുടെ കുർബാനയിൽ എന്നാ സ്വർഗസ്ഥനായ ഒന്നും ചെല്ലുന്നില്ലേ? നേരത്തെ സ്വർഗസ്ഥനായ ഇല്ലായിരുന്നു. അപ്പോൾ സ്വർഗസ്ഥനായ ചെല്ലുന്നില്ലേ എന്ന് പരിഹാസരൂപേണ ചോദിച്ചു. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിലും കൂടിയാണ് 3 പ്രാവശ്യം നമ്മുടെ കുർബാനയിൽ ഇങ്ങനെ കൂദാശകളുടെ ആരംഭത്തിലും, അതായത് പിന്നീട് സഭാപിതാക്കന്മാരെല്ലാം പറയുന്ന എല്ലാ കൂദാശകളുടെയും ആരംഭത്തിലും അവസാനത്തിലും കർത്തൃപ്രാർത്ഥന ഉണ്ടാകണം എന്നാണ് പിന്നീട് നമ്മൾ കാണുന്ന 6-ാം നൂറ്റാണ്ടിന് ശേഷമൊക്കെ കാണുന്ന അങ്ങനെയാണ്. അപ്പോൾ ഇപ്പം മാമോദിസ ആയാലും ഏത് കൂദാശകൾ പരികർമ്മം ചെയ്യുമ്പോഴും എല്ലാം ആരംഭത്തിലും അവസാനത്തിലും ഇപ്പോൾ നമുക്ക് സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥന കാണാനായിട്ട് സാധിക്കും. ഈ കഴിഞ്ഞ ദിവസം
മിനിയാന്ന് അതായത് ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ കാക്കനാട്ട് വെച്ച് ഞങ്ങളുടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. മീറ്റിംഗ് എന്താണെന്ന് ചോദിച്ചാൽ, മീറ്റിങ്ങിൻ്റെ ഒരു ചർച്ചാ വിഷയം ഇതായിരുന്നു: മാമോസയ്ക്ക് സ്വർഗസ്ഥനായ പിതാവേ മാമോസ കഴിയുമ്പോൾ ചെല്ലുന്ന രീതി ഇപ്പോഴുണ്ടല്ലോ, കുർബാനയുണ്ടെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? കുർബാനയുണ്ടെങ്കിലും മാമോസയുടെ ആ മുടിയണീക്കൽ കഴിയുമ്പോൾ ഒരു സ്വർഗസ്ഥനായ പിതാവ് ഇപ്പോൾ ചെല്ലുന്നുണ്ട്. അത് ആവശ്യമുണ്ടോ എന്നൊരു ചർച്ച വന്നായിരുന്നേ. കാരണം പിന്നെ കുർബാന തുടരുവാണല്ലോ. അപ്പോൾ കുർബാന ഇല്ലെങ്കിൽ അത് വേണം, കുർബാന ഉണ്ടെങ്കിൽ പിന്നെ കുർബാന അങ്ങ് തുടർന്നാൽ പോരെ, അവിടെ സ്വർഗസ്ഥനായ ചെല്ലണോ, അത് കുർബാന സ്വീകരണത്തിന് മുമ്പായിട്ട് ചെല്ലിയാൽ പോരെ എന്നൊരു ചർച്ച വന്നു. പക്ഷേ ഇതിൻ്റെ സുറിയാനി ടെസ്റ്റുകളെല്ലാം നോക്കിയപ്പോൾ അവിടെ ഒരു സ്വർഗസ്ഥനായ ഉള്ള കയ്യെഴുത്ത് പ്രതികളുണ്ട്. രണ്ട് രീതിയിലുള്ള കയ്യെഴുത്ത് പ്രതികളുമുണ്ട്. ചിലതിലില്ല, ചിലതിൽ കൂടുതലും കണ്ടത് സ്വർഗസ്ഥനായ പിതാവ് ഈ മാമോയിസ കഴിഞ്ഞ് കുർബാനയുടെ ഒനിസറാസയ്ക്ക് മുമ്പായിട്ട് മുടിയണിക്കലിന് ശേഷവും സ്വർഗസ്ഥനായ പിതാവേ ഉണ്ട്. അതുകൊണ്ട് ഇപ്പോൾ നിലവിലുള്ളതുപോലെ തുടരാം എന്നാണ് ഈ കഴിഞ്ഞ മീറ്റിങ്ങിൽ പൊതുവെ ഒരു തീരുമാനമായിട്ട് വന്നത്. കുർബാനയുടെ രൂപം കൃത്യം ഒരു നൂറ്റാണ്ടെന്ന് പറയാൻ പറ്റില്ല. ഓരോ കാലഘട്ടത്തിൽ അത് ഓരോ പ്രാർത്ഥനകളെല്ലാം കൂട്ടിച്ചേർത്ത് ആദിമസഭയിൽ നമുക്കറിയാം, ഇന്നലെ കേട്ടതുപോലെ അപ്പം മുറിക്കൽ എന്നുള്ള ഒരു രീതിയിലായിരുന്നു നിലനിന്നിരുന്നത്. പിന്നെ നമ്മുടെ സഭ പ്രധാനമായിട്ടും അവിടെ വളർന്നു വന്നു ജെറുസലേം ലിറ്റർജിയെ അനുകരിച്ച് ഈ എദേസായിലാണ്, മെസൊപ്പൊട്ടോമിയ എദേസ പ്രദേശങ്ങളിലാണ്, അതായത് ഇപ്പോഴത്തെ ഇറാഖ് ദേശത്താണ് നമ്മുടെ കുർബാന വളർന്നു വന്നത്, നമ്മുടെ കുർബാനയുടെ രൂപങ്ങളൊക്കെ. അത് ഓരോ കാലഘട്ടത്തിലാണ് അതിൻ്റെ ഓരോ പ്രാർത്ഥനകളൊക്കെ കൂട്ടിച്ചേർത്ത് കൂടുതലും 6-7 നൂറ്റാണ്ടുകളിലാണ് അതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് വരുന്നതെന്ന് പറയാനായിട്ട് സാധിക്കുള്ളൂ. പ്രത്യേകിച്ച് ഈശോയാബ് മൂന്നാമൻ എന്നുള്ളൊരു പാത്രിയർക്കീസിൻ്റെ കാലത്താണ് ഈ ആരാധനാക്രമത്തിന് കുറേ കൂടെ നീതമായിട്ടുള്ള ഒരു ഷെയ്പ്പ് രൂപം വന്നത്. ഏതാ ആദിമസഭയിൽ മെത്രാന്മാരും ഡീക്കന്മാരുണ്ടായിരുന്നു, പിന്നെ പുരോഹിതർ വന്നു. മെത്രാന്മാർക്ക് ഇപ്പോൾ എല്ലായിടത്തും കർമ്മങ്ങൾ ചെയ്യാനായിട്ടുള്ള സാധ്യതയില്ലാത്ത ഡീക്കന്മാർ, പിന്നെ പുരോഹിതന്മാർ എല്ലാം വന്നു. അപ്പസ്തലന്മാരുടെ കാലത്ത് ോ അതായത് സഭയിൽ മൂപ്പന്മാരുണ്ടായിരുന്നു, അവരാണ് ഇതിനെല്ലാം നേതൃത്വം കൊടുത്തു. മൂപ്പന്മാരെന്നുള്ള ഇന്നത്തെ കാഴ്ചപ്പാട് നോക്കുമ്പോൾ പുരോഹിതർ എന്നുള്ള രീതിയിൽ അവരാണ് കുർബാനയ്ക്കെല്ലാം നേതൃത്വം നൽകിയിരുന്നത്. ഇന്നത്തെ ഈ ഷേപ്പ് വരുന്നത് വളരെ കാലങ്ങളിൽ നൂറ്റാണ്ടുകളെടുത്താണ് നമ്മുടെ ഈ ഷേപ്പ് വരുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ അദായി മാറി അനാഫറ, അത് 2-ാം നൂറ്റാണ്ട് മുതലുള്ള ഒരേ ഘടനയാണ്. ആ അന്ന് എഴുതപ്പെട്ട അനാഫറയാണ് ഇന്നും നമ്മൾ ആഘോഷിക്കുന്നത്. ഇപ്പോൾ നമ്മൾ സ്വർഗസ്ഥനായ പിതാവെക്കുറിച്ചാണ് പറഞ്ഞത്. 3 പ്രാവശ്യമാണ് നമ്മുടെ കുർബാന തക്സയിൽ സ്വർഗസ്ഥനായ പിതാവ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് ഇപ്പോൾ കുർബാനയുടെ ആരംഭത്തിൽ, 2 ദിവ്യകാരുണ്യ സ്വീകരണത്തിന് മുമ്പ്, 3 ഹുത്താമയ്ക്ക് മുമ്പായിട്ട്, സമാപന പ്രാർത്ഥന ഹുത്താമയുണ്ടല്ലോ, സമാപന ആശീർവാദം, അതിന് മുമ്പായിട്ട് കൊടുത്തിരിക്കുന്നു. ഇങ്ങനെ 3 സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥനയാണ് നമ്മുടെ തക്സയിലുള്ളത്. അപ്പോൾ സ്വർഗസ്ഥനായ പിതാവിൽ പിന്നെയുള്ള ഒരു ഘടകമാണ് കാനോന, അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ചെല്ലുന്നത്. നമ്മുടെ
നമ്മുടെ ഈ സ്വർഗസ്ഥനായ പിതാവെടുത്തേക്കണ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ നമ്മൾ കാണുന്ന ഈ ഇതിനകത്ത് കാനോനെ ഇല്ല. ഉണ്ടോ? ഇത് ഇതിനകത്ത് ഇല്ല. പക്ഷെ അതേസമയം പെശീത്ത വേർഷനുണ്ട്, പെശീത്ത വിവർത്തനം, ഈ ബൈബിളിൻ്റെ സുറിയാനി വിവർത്തനം സുവിശേഷത്തിൽ, അതിനകത്ത് അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ എന്നുള്ള കാനോനയുണ്ട്. ആ ഒരു ഇതാണ് നമ്മൾ കുർബാനയിൽ കൂട്ടിച്ചേർത്തിരിക്കുന്നത്. ഒരു താമസിച്ചു പോയോ? വീട്ടിൽ പോയിട്ട് വരുന്നതായിരിക്കും അല്ലേ? ഏതാ? നിങ്ങളെല്ലാം ഇവിടെ അടുത്തൊക്കെയാണോ വീട്? അല്ല അല്ലേ? ഉണ്ടോ? 50 കിലോമീറ്റർ അകലെന്ന് എല്ലാ മാസവും ഇവിടെ ഒരുമിച്ച് കൂടും. അവിടെ നിന്നുണ്ടോ? കോയമ്പത്തൂർ അല്ലേ? കോയമ്പത്തൂർ പാലക്കാട് ജ്യോതിയാണോ? അല്ലല്ലോ, രാമനാഥപുരം അല്ലേ? രാമനാഥപുരം. എല്ലായിടത്തും ഉണ്ടോ? ഉവ്വ ഉവ്വ. പക്ഷേ സ്ഥിര മലബാറുകാർ മാത്രമല്ലേ ഉള്ളൂ ഇതിനകത്ത്? അത്രയല്ലേ ഉള്ളൂ? ഉവ്വ ഉവ്വ. അപ്പോൾ ഇവരുടെ അറിവിലേക്കായിട്ട് നമ്മൾ കുർബാനയുടെ ഘടനയെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. കുർബാനയുടെ ആരംഭം എങ്ങനെയാണ്? നിങ്ങളൊന്ന് പറഞ്ഞു കൊടുത്താൽ മതി ആരെങ്കിലും. ആ ആ അതെ. അതെ. അതിനകത്ത് ആദ്യമായിട്ട് എന്നാ പറഞ്ഞേ? ഉവ്വ. ഉവ്വ. പിന്നെ അന്നാപ്പെസഹ. ഉവ്വ. പിന്നെ ഏതാണ്? അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. അതെ. പിന്നെ ഏതാണ്? സ്വർഗസ്ഥനായ പിതാവേ. അതെ. പശ്ചാത്തലത്തിൽ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിലാണ് ഇത് കാണുന്നത്. അതെ അതെ. ആവൂന്ത് വസ്മയ്യ എന്നാണ് സുറിയാനിയിൽ. കേട്ടിട്ടുണ്ടല്ലോ, പഴയ ആളുകളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? അതെങ്ങനെയാത്? അറിയാവോ അത്? ആവൂന്ത് വസ്മയ്യ നെസ്കന്ദസ്മാഗ് തേസെ മൽക്കുസാഗ് നെഹ്വേ സെവിയാന ഐക്കന്നാദ് വസ്മയ്യ ആബറ ഹൗലൻ ലഹ്മാദ് സുനക്കാനൻ യൗമാന പശുവക്കിലൻ ഹൗബൈൻ വക്താഹൈൻ ഐക്കന്നാദ് ആഫ്ഘനൻ ഷക്കൻ്റെ ഹയ്യാബൈൻ ഉലാത്താലൻ്റെ നസിയോന എല്ലാ പസാൻ മിൻബീസ മെത്തോദീലാഹി മൽഖൂസ ഹൈലാവുസസ്പവത്ത ലാലം അൽമീൻ ആമീൻ. അതാണ് സുറിയാനി. ഒന്ന് പാടാവോ? എന്നാ
ആ ഉച്ചയ്ക്കത്തേക്ക് പാടാം അല്ലേ? അപ്പോൾ എല്ലാവരും കൂടെ ഈ ഗ്രൂപ്പുകാരെ പറ്റുന്നവരെല്ലാവരും കൂടെ ഒന്ന് പഠിച്ചിട്ട് വരുവാണെങ്കിൽ വാ. ഇത് ചുമ്മാ യൂട്യൂബിൽ കിടപ്പുണ്ട്. അവന്ത് വിഷമയാന്ന് അടിച്ചു നോക്കിയാൽ മതി. അപ്പോൾ അത് സ്വർഗസ്ഥനായ പിതാവേ അബുന്ത് ഭസ്മയ്യ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. ഇനി അടുത്തത് നമ്മുടെ കുർബാനയിൽ ചേർത്തത് പാത്രിയർക്കീസ് തിമോത്തി ഒന്നാമൻ. അതെ, സുറിയാനി ഭാഷ. അറമായിക്ക് എന്ന് പറഞ്ഞാലും അറമായിക്ക് സുറിയാനി വലിയ വ്യത്യാസമില്ല, ഒരു ഡയലക്റ്റിൽ ചെറിയ വ്യത്യാസങ്ങളുള്ളൂ. പക്ഷേ അരമായ എന്ന് തന്നെയാണ് സുറിയാനി ഭാഷയും വിശേഷിപ്പിക്കുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ കുർബാനയിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട് അല്ലേ? എന്നതാ സ്വർഗസ്ഥനായ പിതാവിൽ വരുത്തിയേക്കണേ? ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ എന്നുള്ളതിന് പകരം വീഴാനിടയാകരുത്. കാരണം എന്നാന്ന് ചോദിച്ചാൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു നിർദ്ദേശം അങ്ങനെ കൊടുത്തായിരുന്നു, ദൈവമാണോ നമ്മളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തുന്നത് എന്ന്. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. അതുകൊണ്ട് അപ്പോൾ ദൈവത്തിൻ്റെ ഒരു സഹായം ചോദിക്കുന്നല്ലോ, ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ. എല്ലായിടത്തും ഇത് തന്നെയാണ് വേണ്ടത്. എല്ലായിടത്തും ഇതാണ്. കാലക്രമത്തിൽ അത് മാറി വന്നോളും. കാരണം ഇപ്പോൾ വേദപാഠമൊക്കെ പഠിപ്പിക്കുന്നത് പുതിയ സ്വർഗസ്ഥനായ പിതാവെയാണ് ഈ മാറ്റം വരുത്തിയേക്കുന്നത്. ഇനി അത് വരുമായിരിക്കും. കാരണം കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു മീറ്റിംഗ് കൂടിയെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതിനകത്ത് ഇതും ചർച്ച ചെയ്തായിരുന്നു. അപ്പോൾ അന്നേരം ഇത് കുർബാനയിൽ ഉപയോഗിക്കുന്നത് എല്ലായിടത്തും വരിക എന്നുള്ളതാണ് പൊതുവായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് ഒരു നിർദ്ദേശം കൊടുക്കാനായിട്ട് വരുന്നത്. കാരണം ഏറ്റവും വലിയ ഒരു ആരാധന കുർബാനയാണല്ലോ. കുർബാനയിൽ ഉപയോഗിക്കുന്നതിനും വ്യത്യസ്തമായിട്ട് മറ്റ് പ്രാർത്ഥനകളിൽ വരരുത്. ഓക്കെ, ഇനി അടുത്തത് ഏതാണ്? നമുക്ക് പ്രാർത്ഥിക്കാം, സമാധാനം നമ്മോടുകൂടെ. അതൊരു ഏതാണ്? ഡീക്കൻ്റെ ഒരു ആഹ്വാനമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം, സമാധാനം നമ്മോടുകൂടെ. വാസ്തവത്തിൽ സമാധാനം എന്ന് പറഞ്ഞാൽ മിശിഹ തന്നെയാണ്. മിശിഹ നമ്മോടുകൂടെ. അപ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധയോടുകൂടിയായിരിക്കണം, വിശുദ്ധ കുർബാനയിൽ ഏറ്റവും സജീവമായി പങ്കുചേരണം എന്നുള്ള ഒരു ഓർമ്മക്കുറിപ്പായിട്ടാണ് ഈ ഡീക്കൻ്റെ ആഹ്വാനങ്ങളെല്ലാം നിലകൊള്ളുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം, സമാധാനം നമ്മോടുകൂടെ എന്നുള്ളത്. അതായത് നെസല്ലേ സ്ലാമ അമ്മൻ എന്നാണ് സുറിയാനി പറയുന്നത്. നെസല്ലേ സ്ലാമ അമ്മൻ. നമുക്ക് പ്രാർത്ഥിക്കാം, സമാധാനം നമ്മോടുകൂടെ. അപ്പോൾ നമ്മൾ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കണം. ഡീക്കൻ്റെ ഒരു ആഹ്വാനമാണ്. അതായത് സമൂഹം എപ്രകാരം വിശുദ്ധ കുർബാനയിൽ പങ്കുചേരണം എന്ന് ഉള്ള ഒരു ആഹ്വാനമായിട്ടാണ് ഇത് നിലകൊള്ളുന്നത്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മനുഷ്യരാണല്ലോ, ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ശ്രദ്ധയൊക്കെ തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഡീക്കൻ നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങോട്ട് ശ്രദ്ധിക്കുക, ഇങ്ങോട്ട് ശ്രദ്ധിക്കുക, വലിയ ദിവ്യരഹസ്യങ്ങൾ പരികർമ്മം ചെയ്യപ്പെടുന്നു എന്നുള്ളൊരു ഓർമ്മക്കുറിപ്പ് പോലെയാണ് ഈ ഡീക്കൻ്റെ ആഹ്വാനം നിലകൊള്ളുന്നത്.
ചിലർ പ്രാവശ്യം ചിലർക്ക് 98 കിട്ടിയപ്പം 99 മേടിക്കാനുള്ള പരിശ്രമത്തിലാണെന്ന് തോന്നുന്നു. എല്ലാവരും കാര്യമായിട്ട് എഴുതിയെടുക്കുന്നുണ്ട്. വാ ഓക്കെ. ഏതാ? പിന്നെയുള്ളത്, അപ്പോൾ സ്വർഗസ്ഥനായ പിതാവേ, പിന്നെ കാർമ്മികൻ്റെ ഒരു ശ്ലോസ പ്രാർത്ഥനകളുണ്ട് തിരുനാളുകളിൽ സാരണോത്സവങ്ങളിലായിട്ട്. അങ്ങനത്തെ പ്രാർത്ഥനകൾ കൊടുത്തിരിക്കുന്ന നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണും. അതിനുശേഷം വരുന്നതാണ് മർമീസ. മർമീസ മർമീസ എന്നുള്ളതിൻ്റെ അർത്ഥം സ്തുതിപ്പ്. ഏതാണ്? എക്സോൾട്ടേഷൻ എന്നുള്ള അർത്ഥമാണ് മർമീസ. പ്രാരംഭ പ്രാർത്ഥന. അതെ, അതാ ഈ മറ്റ് പുസ്തകങ്ങളിലൊന്നും കാണാൻ പറ്റില്ല. ഇതിപ്പോൾ ഈ ഒന്നാമത് ഈ രൂപത്തിൽ നിന്ന് അടിച്ചേക്കുന്ന ഒരു പ്രത്യേക പുസ്തകമാണ്. മറ്റിടത്തൊന്നും ഇങ്ങനെയൊന്നും ചേർത്തിട്ടില്ല. മറ്റ് പുസ്തകങ്ങളിൽ വേറെ സബ് ടൈറ്റിൽസ് ഒന്നും കൊടുത്തിട്ടില്ല. പിന്നെ പ്രാരംഭ പ്രാർത്ഥന എന്ന് പറയുന്നത് കാർമ്മികൻ്റെ ആദ്യത്തെ ശ്ലോസ എന്നുള്ള രീതിയിലാണ് പ്രാരംഭ പ്രാർത്ഥന. ആദ്യത്തെ ഒരു കാർമ്മികൻ സമൂഹത്തെ സംബോധന ചെയ്തുകൊണ്ടുള്ള ആദ്യത്തെ പ്രാർത്ഥന എന്നുള്ള രീതിയിലായിരിക്കണം അത് കൊടുത്തിരിക്കുന്നത്. പറ്റില്ല, പക്ഷേ ഇവിടെ അങ്ങനെ അടിച്ചു പോയി. അത് കഴിഞ്ഞ് പിന്നെ അടിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം അടിക്കുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം അടിക്കുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ രൂപതയിൽ. അത് തന്നെ. അത് ഇവിടെ മാത്രമായിരുന്നു അങ്ങനെ അടിച്ചു പോയത്. പിന്നെ അടിക്കരുതെന്ന് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ അടിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു ഇപ്പം. പക്ഷെ തൃശ്ശൂർ അടിച്ചിട്ടില്ല ആയിരുന്നു. ഇപ്പം അത് മാറ്റി. ഇപ്പം എല്ലാം സിറോ മലബാർ സഭയുടെ പൊതുവായിട്ടുള്ള ആ രീതിയിലാണ് വരുന്നത്. ഇപ്പം ഏതാണ് 3 സങ്കീർത്തനങ്ങൾ കൂടുന്നതാണ് ഒരു മർമീസ എന്ന് പറയുന്നത്. 3 സങ്കീർത്തനങ്ങൾ, 3 സങ്കീർത്തനങ്ങളുടെ ഒരു ഗണത്തിനാണ് മർമീസ എന്ന് പറയുന്നത്. അപ്പോൾ 3 സങ്കീർത്തനം എന്ന് പറഞ്ഞാൽ വലിയ ദൈർഘ്യമുള്ളതായിരിക്കും അല്ലേ, ഒത്തിരി വലിപ്പമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 3 സങ്കീർത്തനത്തിൽ നിന്നും കുറച്ച് ഭാഗങ്ങളൊക്കെയാണ് എടുത്തിട്ടുള്ളൂ. ഇതിപ്പോൾ 3-4 പേരുണ്ടല്ലോ ഓൺലൈനിൽ അല്ലേ, കുറച്ച് പേര് കയറിയിട്ടുണ്ട്. അപ്പോൾ 3 സങ്കീർത്തനങ്ങളുടെ ഒരു ഗണത്തിനാണ് മർമീസ. അപ്പോൾ 3 മർമീസ കൂടി അതിന് ഹുല്ലാല എന്ന് പറയും. പക്ഷെ അത് നമ്മൾ ചെല്ലുന്നില്ല. അത് യാം പ്രാർത്ഥനയിലൊക്കെ പറഞ്ഞേക്കുന്നതാണ് ഹുല്ലാല. പക്ഷേ 3 സങ്കീർത്തനങ്ങളുടെ ഗണമാണ് മർമീസ. അതല്ല, സങ്കീർത്തനങ്ങൾ ഇപ്പോൾ ഓരോ കാലം അനുസരിച്ച് പ്രത്യേകം 3 സങ്കീർത്തനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് 144 ആകാം. അതെ, പല ദിവസങ്ങളിലും പല കാലങ്ങളനുസരിച്ച് മാറിക്കൊടുത്തിട്ടുണ്ട്. പിന്നെ ആശ്വാസ എന്നാണ് ഉദ്ദേശിച്ചത്. ആശ്വാസമല്ല, ആശ്വാസ. അത് ആശ്വാസ എന്ന് പറഞ്ഞാൽ ആൽഫബറ്റിക് ഓർഡർ എന്നാണ് അതിൻ്റെ അർത്ഥം തന്നെ. സുറിയാനി അക്ഷരമാലയിൽ അതിൻ്റെ ഒരു ക്രമത്തിനാണ് പറയുന്നത് ആശ്വാസ. അപ്പോൾ അക്ഷരമാല അനുസരിച്ച് സങ്കീർത്തനം തിരിച്ചിരിക്കുന്നതാണ് 119. മർമീസ എന്ന് പറഞ്ഞാൽ എക്സോൾട്ടേഷൻ, അതിനാണ് സ്തുതിപ്പ്.
ഹുല്ലാല എന്ന് പറഞ്ഞാൽ അർത്ഥം 3 മർമീസകളുടെ ഒരു ഗണത്തിനാണ് ഒരു ഹുല്ലാല എന്ന് പറയുന്നത്. റാസയിലില്ല, യാമപ്രാർത്ഥനയിലാണ് അവർ ഒരു ഹുല്ലാല ചെല്ലാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഏതാ? ഇല്ല, അത് ഒത്തിരി ഇത് തന്നെ ചെല്ലാൻ മടിയായിട്ടിരിക്കുക. ഇനിയിപ്പോൾ അതായത് മർമീസ 38 എന്ന് പറയുന്നത് 3 സങ്കീർത്തനങ്ങളുണ്ടല്ലോ. ഏതൊക്കെയാ അത്? 96, 97, 98. പക്ഷെ അത് മുഴുവനും എടുത്തിട്ടില്ല. അതിനകത്ത് നിന്ന് 3 സങ്കീർത്തനങ്ങളിൽ നിന്നും 2 ലൈൻ 3 ലൈനൊക്കെ എടുത്തിട്ടുള്ളൂ. അല്ലെങ്കിൽ അത് ഒത്തിരി വലുതായി പോകും. സങ്കീർത്തനം ഉൾപ്പെടുത്താൻ കാരണം എന്നാന്ന് ചോദിച്ചാൽ, നമ്മൾ ആദ്യം പറഞ്ഞല്ലോ യഹൂദ പശ്ചാത്തലം, ജൂയിഷ്. അപ്പോൾ ഈശോ സങ്കീർത്തനങ്ങൾ ഉദ്ധരിച്ച് പ്രാർത്ഥിച്ചിരുന്നു. പലപ്പോഴും ഈശോ പ്രാർത്ഥിച്ചിരുന്ന സങ്കീർത്തനങ്ങൾ ഉരുവിട്ടാണ്. അപ്പോൾ ആ യഹൂദ പശ്ചാത്തലവും ഈ സങ്കീർത്തനങ്ങൾ ഉൾപ്പെടുത്തുന്നതിൽ വരുന്നുണ്ട്. അത് ശരിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മെത്രാൻ കുർബാനയ്ക്ക് വരുന്നുകൊണ്ടിരുന്നത് എപ്പോഴാണെന്നറിയാമോ? ഇപ്പം അതിന് മുമ്പുള്ള ഭാഗങ്ങളില്ലായിരുന്നു. സങ്കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ടിരുന്ന സമയത്താണ് മെത്രാൻ ആഘോഷമായി കുർബാനയ്ക്ക് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ മെത്രാൻ വരുമ്പോഴേക്കും എന്നാ ചെയ്യും? മെത്രാൻ വരുമ്പോഴേക്കും ഈ സമൂഹം പാട്ട് നിർത്തും. പാട്ട് നിർത്തിയിട്ട് ആ വ്യതിയാന ഗീതം എന്നും പറഞ്ഞ് ജനരാശികളുടെ മധുശുഹലാപ്പ എന്ന് പറയും. അപ്പോൾ വ്യതിയാന ഗീതം പാടുന്നു. പിന്നെ മെത്രാൻ വരുമ്പോൾ പിന്നെ പാടുന്നൊരു ഗീതമാണ് ഓനിസാദ് കങ്കെ. ഈ പാട്ട് നിർത്തിയിട്ട് ഓനിസാദ് കങ്കെ എന്നുള്ളൊരു ഗീതമാല, നാഥനിലെന്നും നമ്മുടെ ഹൃദയം, അത് പാടും. അപ്പോൾ അത് പാടുമ്പോൾ മെത്രാൻ എന്നാ ചെയ്യും? മെത്രാൻ്റെ കയ്യിൽ കൈക്കുരിശ് കാണും. ആ കുരിശ് മുത്തിച്ച് മെത്രാൻ ബലിപീഠത്തിലേക്ക് മധുബായിലേക്ക് പ്രവേശിക്കുകയും കുർബാന തുടങ്ങുകയും ചെയ്യുന്ന ഒരു പതിവായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതാണ് ഇതിൻ്റെ എല്ലാം ഉത്ഭവമായിട്ട് നിലകൊള്ളുന്നത്. ഇപ്പം മർമീസ 3 ഗണം സങ്കീർത്തനങ്ങളുടെ ഒരു ഗണമാണ്. 3 സങ്കീർത്തനങ്ങളുടെ ഒരു ഗണമാണ് മർമീസ. പിന്നെ ഈശോ സങ്കീർത്തനം ഉരുവിട്ട് പ്രാർത്ഥിച്ചിരുന്നതായിട്ട് മത്തായിയുടെ സുവിശേഷം 21, അതുപോലെ തന്നെ 28, ലൂക്ക 21 ഇതിലെല്ലാം കാണാനായിട്ട് സാധിക്കും. സ്ലീഹന്മാരും സങ്കീർത്തനങ്ങൾ ചൊല്ലി പ്രാർത്ഥിച്ചു. എഫേസ്യൻസ് 4:8, എബ്രായർ 2:12 ഇവയെല്ലാം ഇതാണ് സൂചന. അതുപോലെ തന്നെ യാമപ്രാർത്ഥനയുടെ ഒരു മാതൃകയിലാണ് പിന്നീട് ഈ സങ്കീർത്തന കുർബാനയിൽ കൂട്ടിച്ചേർത്തത്. കാർമ്മികനും സമൂഹവും മാറി മാറിയാണ് സങ്കീർത്തനം ഉരുവിട്ട് പ്രാർത്ഥിക്കുന്നത്. നമ്മളിപ്പോൾ സങ്കീർത്തനം എടുത്തേക്കുന്നത് സുറിയാനി പരിഭാഷയായ ഫെസീത്തയിൽ നിന്നുമുള്ള സങ്കീർത്തനങ്ങളാണ് ഈ നമ്മുടെ കുർബാനയിൽ ചേർത്തിരിക്കുന്നത്. ഫെസീത്ത വിവർത്തനം, അതാണ് നമ്മുടെ കുർബാനയിൽ ചേർത്തിരിക്കുന്ന സങ്കീർത്തനം എന്ന് പറയുന്നത്. ഫെസീത്ത കേട്ടിട്ടുണ്ടോ? അതെ, അത് സങ്കീർത്തനത്തിൻ്റെ ഹീബ്രു പരിഭാഷയുണ്ട്, ലത്തീൻ പരിഭാഷയുണ്ട്. എന്ന് പറഞ്ഞ പോലെ സുറിയാനി പരിഭാഷയുടെ പേരാണ് പെശീത്ത. ലത്തീൻ ഉൾക്കാത്ത. ഹീബ്രുവിൻ്റെ പറയുന്നത് ഹീബ്രു അറമായിക്. ഹീബ്രു വിവർത്തനം
ലത്തീൻ വുൾഗാത്ത എന്നുള്ളതാണ്. പിന്നെ പല വിവർത്തനങ്ങളുണ്ട്. ഹെക്സാപ്ല എന്ന് പറഞ്ഞാൽ 70 പേര് കൂടി ചെയ്ത സെപ്തുജിന്ത്, അതിന് 70 പേര് കൂടി ചെയ്ത് സെപ്തുജിന്ത്. ഹെക്സാപ്ല 6 മാനുസ്ക്രിപ്റ്റുകളെല്ലാം കൂടെ കൂട്ടിയോജിപ്പിച്ചുള്ളതാണ് ഹെക്സാപ്ല. പിന്നെ സുറിയാനി വിവർത്തനത്തിൻ്റെ ഒരു ഒന്നാണ് ദിയാതെസ്രോ എന്നും പറഞ്ഞുള്ളത്. താസിയാൻ എന്ന് പറഞ്ഞൊരു ബൈബിൾ സുറിയാനി പണ്ഡിതനാണ് ദിയാതെസ്രോ എന്ന് പറഞ്ഞ് തയ്യാറാക്കിയിരിക്കുന്നത്. അത് 4 സുവിശേഷങ്ങളുടെയും ഒരു സംഗ്രഹം പോലെ ക്രോണോളജിക്കൽ ഓർഡറിൽ രൂപപ്പെടുത്തിയിരിക്കുന്നതാണ് ദിയാതെസ്രോൺ. സഭയിൽ കുർബാന കുർബാനയാണല്ലോ ആദ്യം, അതിനുശേഷമാണ് യാമപ്രാർത്ഥന. യാമപ്രാർത്ഥനയും ഈ സന്യാസികളുടെ ആശ്രമങ്ങളൊക്കെ കേന്ദ്രമായ ആദ്യ നൂറ്റാണ്ടുകളിൽ തന്നെ സങ്കീർത്തനങ്ങളൊക്കെ ഉരുവിട്ട് അവർ പ്രാർത്ഥിച്ചിരുന്നു. കുർബാന ഒരു ദിവസം ഒരു പ്രാവശ്യമല്ലേ കുർബാനയിൽ പങ്കുചേരുന്നു. അതേസമയം ദിവസത്തിൻ്റെ മണിക്കൂറുകളെ വിശുദ്ധീകരിക്കുക എന്നുള്ള രീതിയിലാണ് പ്രകാരം യാമപ്രാർത്ഥനയിൽ പങ്കുചേർന്നിരുന്നത്. ആ ആ പകരം ചൊല്ലാവുന്നു. സങ്കീർത്തനം 15-ലോ പേജ് 15-ഓ അല്ല, അത് പകരം ചെല്ലാമെന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രാർത്ഥനാ രൂപമല്ലേ കൊടുത്തേക്കണേ. മറ്റേത് അതിൻ്റെ ഗീതരൂപവും മറ്റേത് അതിൻ്റെ പ്രോസ് രൂപവും. പിന്നെ ഏതാ? അത് പകരം ചെല്ലാനല്ല, അത് നമ്മുടെ ഈ സങ്കീർത്തനങ്ങളുടെ എല്ലാം കാനോന ബൈബിളിൽ കൊടുത്തിട്ട് കാനോനയുണ്ട്. അത്രേ ഉള്ളൂ. പാട്ട് പാടാം. ആ പാട്ട് തന്നെയാണ്, ഈ പ്രോസ് തന്നെയാണ് അത് പാട്ടാക്കിയേക്കണത്. എല്ലാത്തിനും ഉണ്ട്. ഓരോ യാമങ്ങളുടെയും വിശുദ്ധീകരണം. 7 യാമങ്ങളാണ് ദിവസത്തിലുള്ളത്. ആ യാമങ്ങളുടെ വിശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശുദ്ധീകരണം തന്നെയാണ് അത് ആത്യന്തികമായിട്ടും ലക്ഷ്യമാക്കുന്നത്. അതെ. നമുക്ക് ഓരോന്നോടെങ്കിലും പറഞ്ഞ് അല്പസമയം ബ്രേക്ക് എടുക്കാം അല്ലേ? അതുപോലെ എപ്പോഴാ? ചായ അല്ലേ? ഏതാ? 5 മിനിറ്റ് ബ്രേക്ക് വേണോ? ഓക്കെ, കുഴപ്പമില്ല അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് അതെ. പിന്നെയുള്ളതാണ് നമ്മൾ പറഞ്ഞല്ലോ മദ്ബഹ ഗീതം. നമ്മൾ പറഞ്ഞായിരുന്നു ഒനിസാദ് കങ്കെ. ആ സമയത്താണ് ശ്ലീവാചുംബനം ഉള്ളത്. റാസയിൽ, സാധാരണ ദിവസങ്ങളിലില്ല, റാസാക്രമത്തിലാണ്. കൂടിയിട്ടുണ്ടോ? ശ്ലീവ ചുംബിക്കും. ശ്ലീവായോടുള്ള ആദരവും വണക്കവും എല്ലാം സൂചിപ്പിക്കുന്നതാണ് ശ്ലീവ ചുംബനം. ശ്ലീവ ചുംബനം അത് റാസയിലുള്ളതാണ്. നമുക്കറിയാം. ഏതാണ് ശ്ലീവ? ഇങ്ങോട്ട് കാർമികൻ വന്ന് ജനങ്ങളെ എല്ലാവരെയും ശ്ലീവ ചുംബിപ്പിക്കുകയും ജനങ്ങൾ ശ്ലീവായിട്ടുള്ള ആദരവും ബഹുമാനവും പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് എൻ്റെ അർത്ഥം.
ഇപ്പോഴും നമ്മൾ മെത്രാൻ്റെ കയ്യിൽ സ്ലീവ, ഇപ്പോൾ പല മെത്രാന്മാരുടെ കയ്യിൽ സ്ലീവ കാണുന്നുണ്ടല്ലോ അല്ലേ? എല്ലാ പിതാക്കന്മാരുടെ കയ്യിലും ഇല്ല. ചില മെത്രാന്മാരും സ്ലീവ കരങ്ങളിൽ പിടിക്കുന്നുണ്ട്. മലങ്കരക്കാരുടെ കയ്യിലാണ്, എല്ലാവരുടെയും കയ്യിലുണ്ട്. നമ്മുടെയും കുറച്ച് മെത്രാന്മാരൊക്കെ സ്ലീവ സംഭവിക്കുന്നുണ്ട്. ആൽജിരിക്കാൻ്റെ കയ്യിലുണ്ട്. പാലായിലുണ്ട്. ഉണ്ടോ? ഉണ്ടല്ലേ? അതായത് പൗരസ്ത്യ സഭകളിൽ ഈ സ്ലീവായാണ് ചുംബിപ്പിച്ചുകൊണ്ടിരുന്നത്. അതാണ് പിതാക്കന്മാർ അതിൻ്റെ അർത്ഥം. എപ്പോഴും അവരുടെ കയ്യിൽ സ്ലീവ കാണും. മോതിരം, അതെ, കൈമുത്തുമല്ല, മോതിരം ചുംബി, അതെ, അതിലും സ്ലീവായാണ് ഉള്ളത് എങ്കിലും ഇല്ലേ? അതെ. ഏതാ? റാസകുർബാനയിലാണ്. എങ്കിലും റാസയിൽ ചില ഘടകങ്ങൾ ആഘോഷമായ കുർബാനയിലും കൂട്ടിച്ചേർക്കാവുന്നതാണ്. ചില തിരുനാളുകളിലൊക്കെ ചിലർ ഈ സ്ലീവാചുംബനം മാത്രം നടത്താറുണ്ട്. ഇപ്പോൾ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ, അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ സ്ലീവാചുംബനം നടത്തുന്നുണ്ട്. വിധേയത്വം ഇപ്പം നമ്മളിപ്പോൾ അതിലുപരിയായിട്ട് ഈ സ്ലീവ ചുംബിക്കുന്നതാണ് കൂടുതൽ അർത്ഥപൂർണമായിട്ടുള്ളത്. വേറെ എന്താണ് സംശയം? അങ്ങനെ പറയാറുണ്ടായിരുന്നു. അതെ. അങ്ങനെ കേട്ടിട്ടില്ല. അങ്ങനെയൊന്നും കേട്ടിട്ടില്ല. മാർപ്പാപ്പ വെഞ്ചരിക്കുന്ന നമുക്ക് വളരെ ചുരുക്കമാണല്ലോ കിട്ടാറുണ്ട്. ധൂപം ഉപയോഗിക്കുന്നത് നമ്മളത് പറഞ്ഞു വരുന്നുള്ളൂ. ധൂപം ഏതൊക്കെ സന്ദർഭത്തിലാണെന്ന് ചോദിച്ചാൽ, ഏതൊക്കെ സന്ദർഭത്തിലാണെന്നോ? ധൂപമൊക്കെ ആരംഭം മുതലുള്ളതാണ്. യഹൂദ ലിറ്റർജിയിൽ നിന്നും വന്നതാണ് ധൂപമൊക്കെ. പല രീതിയിലാണ്, എല്ലാ മതങ്ങളിലും തന്നെ കാണാനായിട്ട് സാധിക്കും. ധൂപമുണ്ട്. ധൂപം അല്ലെങ്കിൽ അഗ്നി എന്നൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ കുർബാനയിൽ ധൂപാശീർവാദമുണ്ട്, ധൂപമുണ്ട്. എപ്പോഴാണ്? ഒന്ന് ലാഹുമാറ ഗീതത്തിന് മുമ്പ്, സങ്കീർത്തനം കഴിയുമ്പോൾ ലാഹുമാറ ഗീതത്തിന് മുമ്പായിട്ട്, ഉദ്ധാന ഗീതത്തിന് മുമ്പായിട്ട്. പിന്നെയുള്ളത് സുവിശേഷ ഗീത സമയത്ത്, സുവിശേഷം പാടുമ്പോൾ, സുവിശേഷ വായനയുടെ സമയത്ത് ധൂപം വീശുന്നു. പിന്നെയുള്ളത് ഒരുക്ക ശുശ്രൂഷ, അപ്പവും വീഞ്ഞും ഒരുക്കണ സമയത്ത്, കണ്ടിട്ടില്ലേ? പിന്നെ ദിവ്യരഹസ്യഗീതം എന്ന് പറഞ്ഞാൽ അത് ഈ അപ്പവും വീഞ്ഞും ഒരുക്കണ സമയത്ത്. ഏതാ? പിന്നെ സമാപനാശീർവാദം കഴിയുമ്പോൾ, സമാപന ആശംസ സമാധാനം നിങ്ങളോട് കൂടെ എന്ന് കഴിയുമ്പോൾ ധൂപം കൊണ്ടിരുന്നുണ്ട്. അതായത് മിശിഹാ കർത്താവിൻ പാടുന്നതിന് മുമ്പായിട്ട്. അത് കണ്ടിട്ടില്ലേ? പിന്നെ എപ്പോഴാണ്? അതെ, അനുതാപ ശുശ്രൂഷയുടെ മുമ്പായി, അനുതാപ ശുശ്രൂഷയുടെ സമയത്ത്. ഇത്രയും സമയത്താണ് ധൂപാശീർവാദം, ധൂപം ഉപയോഗിക്കുന്നത്. ധൂപത്തിൻ്റെ ലക്ഷ്യം രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ദൈവത്തിൻ്റെ സ്തുതിപ്പ്, ദൈവസ്തുതിപ്പ്, ഗ്ലോറിഫിക്കേഷൻ ഓഫ് ഗോഡ്. പിന്നെ
റെമിഷൻ ഓഫ് സിൻസ്, നമ്മുടെ പാപങ്ങളുടെ മോചനം. ഇതാണ് ധൂപത്തിൻ്റെ ലക്ഷ്യമായിട്ട് കാണുന്നത്. പ്രത്യേകിച്ച് ആദ്യത്തെ ധൂപാശ്രവാസ സമയത്ത് തന്നെയാണ് പറയുന്നത്, ഇതുണ്ടോ, ഇതാകുമ്പോൾ അങ്ങയുടെ ബഹുമാനത്തിനായി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ ധൂപം മകന തിരുത്വത്തിൻ്റെ നാമത്തിൽ ഇത് അങ്ങയുടെ പ്രസാദം, അങ്ങയുടെ പ്രീതിക്കും ഞങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ എന്നുള്ളത്. അപ്പോൾ അത് രണ്ടുമാണ് പ്രധാനമായും ധൂപത്തിൻ്റെ ലക്ഷ്യമായിട്ട് ഈ സമയത്ത് ഉള്ളത്. സങ്കീർത്തനം കഴിയുമ്പോൾ സമാധാനം നമ്മോടുകൂടെ എന്നാണ് നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ എന്നില്ല, സമാധാനം നമ്മോടുകൂടെ എന്നുള്ളതാണ്. ഇവിടെ ചെല്ലുന്നുണ്ടോ? ഇവിടെ കൊടുത്തിട്ടില്ലേ അങ്ങനെ? ഹല്ലേലൂയ. സങ്കീർത്തനം കഴിയുമ്പോൾ നമ്മളിപ്പോൾ യാമപ്രാർത്ഥനയിലാണെങ്കിലും ഹല്ലേലൂയ 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 സമാധാനം നമ്മുടെ കൂടെ എന്നല്ല ചെല്ലുന്നത്. ആ ഒരു രീതി തന്നെയാണ് ഇവിടെയും. ഹല്ലേലൂയ 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 സമാധാനം നമ്മോട് കൂടെ. നമ്മുടെ കുർബാന പുസ്തകത്തിലും അങ്ങനെയാണല്ലോ കൊടുത്തേക്കണേ, അല്ലേ? അതിനെക്കുറിച്ചും ഈ സുറിയാനി ഉറവിടങ്ങളിൽ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതെന്നു ചോദിച്ചാൽ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മുടെ കൂടെ എന്നാണ് ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ ചെല്ലുന്നത്. ഈ സമയത്ത് സമാധാനം നമ്മോട് കൂടെ എന്ന് പറയാൻ കാരണം പിന്നെ തൊട്ട് വരുന്നത് ഈശോയുടെ മാമോദീസ, സ്വർഗം തുറക്കുന്നു. അപ്പോൾ ഈശോയുടെ സാമീപ്യം ഏറ്റവും ഉള്ള ഒരു സമയമായതുകൊണ്ടാണ് എന്നുള്ള രീതിയിലാണ് സഭാപിതാക്കന്മാർ പറയുന്നത്. സമാധാനം മിശിഹ നമ്മോട് കൂടെ എന്നുള്ള അർത്ഥത്തിൽ, കാരണം സ്വർഗം തുറക്കപ്പെടുന്നു, ഈശോയുടെ മനുഷ്യാവതാരം മാമോദീസ ഇതിനെ അനുസ്മരിക്കുന്നതുകൊണ്ടാണ് ഈ സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് ചെല്ലുന്നില്ല. സമാധാനം നമ്മോടുകൂടെ. പിന്നെയുള്ളത് ലാഹുമാറ. അതിന് പല പേരുകളുണ്ട്. ലാഹുമാറ ഗീതം, ഉദ്ധാന ഗീതം, ആദത്തിൻ്റെ ഗീതം, ഇങ്ങനെ പല പേര്, സർവാധിപനാം കർത്താവേ, ഇങ്ങനെ പല പേരുകളിലാണ് ഇതറിയപ്പെടുന്നത്. ഇത് ഉദ്ധാനഗീതം എന്ന് പറയാൻ കാരണം ഇതിനകത്ത് ചെല്ലുന്നത് എങ്ങനെയാണ്? ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. ശരീരങ്ങളുടെ ഉയർപ്പിനും നെഹ്മാനാദ് പാഗ്രൈനായിരുന്നു ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പ്. അപ്പം അതുകൊണ്ടാണ് അത് ആത്മാക്കളുടെ രക്ഷ, ഈ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നതുകൊണ്ടാണ് ഇതിനെ ഉദ്ധാനഗീതം എന്ന് പറയുന്നത്. ഇതിനെ പിന്നെ ആദത്തിൻ്റെ ഗീതം എന്ന് പറയാറുണ്ട്, ഹിം ഓഫ് ആദം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈശോ മരണാനന്തരം ഷിയോലിൽ, പാതാളത്തിൽ ചെന്നപ്പോൾ അവിടെ മരിച്ചവരെല്ലാവരും കൂടി ഈ ഗീതം ആലപിച്ചാണ് ഈശോയെ എതിരേറ്റെന്നൊരു പാരമ്പര്യമുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ ആദത്തിൻ്റെ ഗീതം എന്ന് പറയുന്നത്. അപ്പോൾ ആദത്തിൻ്റെ ഗീതം, ഉദ്ധാന ഗീതം എന്നിങ്ങനെ ഈ ഗീതം അറിയപ്പെടുന്നു. സുറിയാനിയിൽ ഇത് ആരംഭിക്കുന്നത് ലാഹുമാറ എന്ന് തുടങ്ങുന്നതുകൊണ്ടാണ് ഇതിനെ ലാഹുമാറ എന്നും ഇതിനെ ഈ ഗീതത്തെ വിളിക്കുന്നത്. പ്രധാനമായിട്ടും ശരീരങ്ങളുടെ ഉയർപ്പ്, ആത്മാക്കളുടെ രക്ഷ എന്നിവയാണ് ഗീതത്തിൽ പ്രത്യേകമായി അനുസ്മരിക്കുന്നത്. ലാഹുമാറ. ഈ സമയത്താണ് മദ്ബഹ വിരി മാറ്റുന്നത്, തിരി തെളിക്കുന്നത്, സ്വർഗം തുറക്കപ്പെടുന്നത്. ഇതിൻ്റെ എല്ലാം സൂചനയാണ് അതിനകത്ത് ഉള്ളത്. ഈ ഗീതം അറിയാവോ? അതിൻ്റെ സുറിയാനിയിൽ അറിയാവോ? പാടാവോ? ലാഖുമാറ മൗദേനൻ ലാഖുമാറാത് കൊല്ല മൗദേനൻ ഉലാഖ് ഈശോമിശിക ശബഹീനൻ ദത്തു നെഹ്മാനാദ് പാഗ്രയിൻ ഒത്തു പാറോക്കത്താവാത് നൗശാസൻ. അതിന് പാടിയാൽ മതി. അതാണ്
അറിയാവോ? അതെയോ? അതും പഠിച്ചിട്ട് പാടുവോ? ഇൻ്റർവ്യൂല് ആ. അപ്പം ഇതാണ് ലാകുമാര ഗീതം എന്നുള്ളത്. ഇത് 4-ാം നൂറ്റാണ്ടിലാണ് കുർബാനയിലേക്ക് ഇത് കൂട്ടിച്ചേർത്ത്. ഇത് രചിച്ചത് ഷിമയോൻ ബർസബ എന്ന് പറയുന്ന ഒരു പാത്രിയർക്കീസാണ് ലാകുമാര ഗീതം രചിച്ചത്. ഷിമയോൻ ബർസബ, അത് നമ്മുടെ കൈത്താക്കാലത്തിലുണ്ട് ആ വിശുദ്ധൻ്റെ ഓർമ്മ. ഈശോയുടെ ദൈവത്വവും മനുഷ്യത്വവും വെളിപ്പെടുത്തുന്ന ഒരു കീർത്തനമാണ് ഉദ്ദാനഗീതമെന്ന് സഭാപിതാക്കന്മാർ പഠിപ്പിക്കുന്നു. ഈശോയുടെ ദൈവത്വവും മനുഷ്യത്വവും വെളിപ്പെടുത്തുന്ന ഗീതം. ശരീരത്തിൻ്റെ ഉയർപ്പും ആത്മാക്കളുടെ രക്ഷ, ഇത് രണ്ടും നീ ജീവനുള്ള ദൈവത്തിൻ്റെ നീ ജീവനുള്ള ദൈവപുത്രനായ മിശിഹായാകുന്നു എന്ന് സ്ലീഹന്മാരെ പ്രതികരിച്ച് പത്രോസ് സ്ലീഹ നടത്തിയ വിശ്വാസ പ്രഖ്യാപനത്തെയാണ് ഇത് അനുസ്മരിക്കുന്നത്. മത്തായി 16:16 പത്രോസ് സ്ലീഹയുടെ വിശ്വാസ പ്രഖ്യാപനത്തെ ഈ ഗീതം അനുസ്മരിപ്പിക്കുന്നു. ഞായറാഴ്ചകളിലും തിരുനാളുകളിലും എങ്ങനെയാണ് അത് പറയുന്നത്? കർത്താവെ അങ്ങേക്ക് നന്ദി പറയുന്ന ഉത്തമമാകുന്നു എന്ന് തുടങ്ങുന്നത്. അത് 92-ാം സങ്കീർത്തനമാണ്. കർത്താവെ അങ്ങേക്ക് നന്ദി പറയുന്ന ഉത്തമമാകുന്നു, അത്യുന്നത അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നതും, സങ്കീർത്തനം 92. അതുപോലെ കർത്താവെ ഞാൻ കൈകൾ കഴുകി നിർമ്മലമാക്കുകയും അങ്ങയുടെ ബലിപീഠത്തിന് പ്രദക്ഷിണം വഹിക്കുകയും ചെയ്തു, സങ്കീർത്തനം 26:6. ഇതൊക്കെയാണ് നമ്മൾ ഉള്ളത്. പിന്നെ ഇതിനകത്ത് ഈ ലാകുമാര ഗീതത്തിലൊരു ചെറിയ വ്യത്യാസം ഇപ്പോൾ 2021 ടെസ്റ്റ് വരുത്തിയിട്ടുണ്ട്. അതിനാ നിന്നെ വണങ്ങി നമിക്കുന്നു എന്നുള്ളത് മാറ്റിയിട്ട് നിൻസ്തുതി ഞങ്ങൾ പാടുന്നു. കാരണം വണക്കവും നമിക്കലും, വണക്കം വിശുദ്ധർക്കാണ്. ദൈവ അതിനകത്ത് മാറ്റിയിട്ടില്ല അല്ലേ? നമ്മളിപ്പോൾ ആ മെയിൻ ടെസ്റ്റിലുള്ള മാറ്റിയിട്ടുള്ളൂ. ഏതാ? ഷിമയോൻ ബർസബ അദ്ദേഹം രചിച്ച ഗീതമാണ്. ഷിമയോൻ ബർസബ എന്നുള്ള ഒരു പാത്രിയർക്കീസാണ് ഈ ഗീതം രചിച്ചതായിട്ട് പറയപ്പെടുന്നത്. ഷിമയോൻ ബർസബ. ഇല്ല, അത് തന്നെയാണ്. അതിൻ്റെ ഇപ്പം മലയാളം വിവർത്തനത്തിൽ ചെറിയൊരു വ്യത്യാസം വരുത്തുന്നുണ്ട്. ഇല്ലില്ല, അത് അതുപോലെ തന്നെയാണ്. ലാഘുമാറാത് കൊല്ല മൗദേനൻ ഉലാഹിശ്വമിശികാമശബഹീനൻ തത്തു മുനഹുമാനാത് പകടയും വത്തു പാറോക്ക താവ. നമ്മുടെ ഈ സിറോ മലബാർ സഭയിൽ മാത്രമാണ് ഗീതം ഉപയോഗിക്കുന്നത്. പൗരസ്ത്യ സുറിയാനി സഭയിൽ മാത്രം. നമ്മുടെയും അതുപോലെ തന്നെ കൽദായ സഭയിലും. വേറെ സഭകളിൽ ഈ ഗീതം ഇല്ല. അപ്പോൾ വേണമെങ്കിൽ 5 മിനിറ്റ് ബ്രേക്ക് എടുക്കാം അല്ലേ? 5 മിനിറ്റ്.